കൊല്ലം പത്തനംതിട്ട കളക്ടറേറ്റുകളിൽ ബോംബ് ഭീഷണി. ഇമെയിൽ മുഖേനയാണ് ബോംബ് ഭീഷണി വന്നത്. കളക്ടറേറ്റുകളിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, നേരത്തെയും പല കളക്ടറേറ്റുകളിലും സമാന സ്വഭാവത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ വന്നിരുന്നു. പിന്നീട് പരിശോധന നടത്തുമ്പോഴൊന്നും കണ്ടെത്താൻ കഴിയാത്ത നിലയും പിന്നീട് അന്വേഷണവും ഒക്കെ നടക്കുന്നതാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? പരിശോധന എങ്ങനെയാണ് ഷിജോ? സംസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ കുറെ കാലമായിട്ട് വ്യാജ ബോംബ് ഭീഷണി വരുന്നുണ്ട്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലേക്കും കോടതികളിലേക്കും നിയമസഭയിലേക്കും അടക്കം ഇത്തരത്തിൽ ഇമെയിൽ സന്ദേശത്തിലൂടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി സന്ദേശങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ കൊല്ലം കളക്ടറേറ്റിലേക്കും പത്തനംതിട്ട കളക്ടറേറ്റിലേക്കും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു വ്യാജ ഇമെയിൽ സന്ദേശം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ കൊല്ലം കളക്ടറേറ്റിലും പത്തനംതിട്ട കളക്ടറേറ്റിലും ഒക്കെ പരിശോധന നടത്തി. കൊല്ലത്ത് രാവിലെ 10 കൂടിയാണ് കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഇമെയിൽ സന്ദേശം വന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പേരിലായിരുന്നു കൊല്ലം കളക്ടറേറ്റിലേക്ക് വന്ന ഇമെയിൽ സന്ദേശം. പിന്നീട് അവിടെ ബോംബ് സ്ക്വാഡൊക്കെ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് കൂടി ഒരു ബോംബ് ഭീഷണി സന്ദേശം വന്നു ഇമെയിൽ മുഖാന്തരം. ആ ബോംബ് ഭീഷണിയിൽ പറഞ്ഞിരുന്നത് പത്തനംതിട്ട കളക്ടറേറ്റ്, വയനാട് കളക്ടറേറ്റ്, വിജയുടെ തമിഴ്നാടൻ, അതും രാഷ്ട്രീയ നേതാവായിട്ടുള്ള ടി വി കെയുടെ നേതാവ് വിജയുടെ തമിഴ്നാട്ടിലെ വീട്ടിലേക്കും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലേക്ക് വന്നത്. എന്തായാലും ഇവിടെയെല്ലാം ബോംബ് സ്ക്വാഡും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം പരിശോധന നടത്തി. എന്തായാലും ഒരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 മണിക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് പൊട്ടും എന്നുള്ളതായിരുന്നു ഭീഷണി. എന്തായാലും 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബോംബ് പൊട്ടിയുമില്ല, പരിശോധനയൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ള കാര്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ സന്ദേശം വന്ന അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് പരിശോധന നടത്തിയത്. ടി കെ ശരി, ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.